ഗീതാ ജയന്തിയോടനുബന്ധിച്ച് ഇസ്കോണിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മൂത്താന്തറ കർണകിയമ്മൻ ക്ഷേത്രത്തിൽ മത്സരങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 30-ന് 50 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ക്വിസ്, കഥാകഥനം, ഡ്രോയിങ്, കളറിംഗ്, ഫാൻസി ഡ്രസ് തുടങ്ങിയ മത്സരമാണ് നടത്തുന്നത്. കൃഷ്ണഭക്തർ ചേർന്ന് നാരായണീയ പാരായണവും പ്രഭാഷണവും നടത്തും. ഗീതാഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കർണകിയമ്മൻ ക്ഷേത്ര പരിസരത്തുള്ള 500 വീടുകളിൽ ഭഗവത്ഗീത എത്തിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന 30-ാം തീയതി നവംബറിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ 50ഓളം സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഗീതാ ജയന്തിയോടനുബന്ധിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്റർ സ്കൂൾ കൾച്ചറൽ കോമ്പറ്റീഷൻ, അതോടനുബന്ധിച്ച് നമ്മുടെ മൂത്താന്തറ കർണകിയമ്മൻ ക്ഷേത്രത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ മത്സരം നടക്കുന്നത്. കളറിംഗ് കോമ്പറ്റീഷൻ, ശ്ലോക ചാൻഡിങ് തുടങ്ങിയിട്ടുള്ള മറ്റ് കഥാകഥനം, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാനദാന ചടങ്ങുണ്ട്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റിരുന്നത് നമ്മുടെ രാജുവേട്ടൻ ടോപ്പിൻ ടൗൺ ആണ്. അങ്ങോട്ട് അസൗകര്യം കൊണ്ട് നമ്മുടെ അയ്യപ്പേട്ടൻ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് സമ്മാനദാനം വിതരണം ചെയ്യുന്നുണ്ട്. ഇതാണ് 30-ാം തീയതിയിലെ പ്രോഗ്രാം. അതോടനുബന്ധിച്ച് 1-ാം തീയതി അടുത്ത ദിവസം ഗീതാ ജയന്തി ദിവസം, അന്ന് ഗുരുവായൂർ ഏകാദശിയും കൂടിയാണ്. അന്ന് ഗീതാ പാരായണമുണ്ട്. പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ്, കൺവീനർ ഗോകുലപതി ഗോവിന്ദദാസ്, കോർഡിനേറ്റർ ഡോക്ടർ കൃഷ്ണപ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.